ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ ബോയിങ് വിമാനങ്ങൾ ഇത് എഞ്ചിന്റെ കാര്യത്തിൽ ഈ 2 എഞ്ചിനുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു എഞ്ചിൻ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും മറ്റേ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുവാനുള്ള സാഹചര്യം ഉള്ളതാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റി ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ശ്രീ മഞ്ജുഷ, ഇതിനകത്ത് നമുക്ക് പല കാരണങ്ങളുണ്ടാവും. എഞ്ചിന്റെ മാത്രമല്ല, എഞ്ചിന്റെ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഒരു കാരണം പൈലറ്റ് മേഡേ മെസ്സേജിന്റെ കൂടെ തന്നെ ലോസ് ഓഫ് ത്രസ്റ്റ് ലിഫ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലോസ് ഓഫ് ത്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ സസ്പെക്ട് ചെയ്യുന്ന എഞ്ചിനെ തന്നെയാണ്. കാരണം എഞ്ചിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ RPM കുറവോ അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന പവർ കുറവോ. ശ്രീ രഘുനാഥ് നായർ, ഒരു പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഔദ്യോഗികമായി അത്യന്തം അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിന്റെ വാർത്തയാണ്. 242 യാത്രക്കാരുണ്ടായിരുന്നവരിൽ ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. രമേശ് വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 11A സീറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഇയാളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ഒരു വിമാനത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും കൊല്ലപ്പെടുമ്പോൾ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. വിമാനം തകർന്ന് തരിപ്പണമായി പോയിട്ടും വിമാനം ഒരു അഗ്നിഗോളമായി മാറിയിട്ടും അതിൽ നിന്ന് തെറിച്ചു വീണ ഒരാളാണ്. 11A സീറ്റിൽ ഇരുന്ന ആളാണ്. ഏകദേശം ഔദ്യോഗികമായ സ്ഥിരീകരണമാണോ? ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇക്കാര്യം? ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത്. മറ്റ് സ്ഥിരീകരണങ്ങളൊക്കെ ഇനി എന്തായാലും വരാനുണ്ട്. അയാളുടെ സീറ്റ് നമ്പർ അടക്കമുള്ള വിശദാംശങ്ങൾ വെച്ച് തന്നെയാണ് അത്തരം സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം എന്തായാലും വരാനുണ്ട്. നേരത്തെയും രോഗികളെയൊക്കെ സംബന്ധിച്ച് മരണം സംബന്ധിച്ചുമൊക്കെ ഇത്തരം CNN ന്യൂസ് 18 ഇക്കാര്യം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം അഹമ്മദാബാദ് പോലീസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇക്കാര്യം അഹമ്മദാബാദ് പോലീസിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്. ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു. അത്ഭുതകരമായുള്ള ഒരു രക്ഷപ്പെടലാണ് സംഭവിച്ചിരിക്കുന്നത്. കിരൺ, അതെ, നേരത്തെയും അഹമ്മദാബാദ് പോലീസാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചത്. അതിനുശേഷം പിന്നീട് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ വന്നത്. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു അല്ലേ? എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു. പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ്. പൊള്ളലേറ്റിട്ടുണ്ട്, പരിക്കുണ്ടെങ്കിൽ പോലും ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. ഒരു വിമാനം 800 അടിയോളം ഉയരത്തിൽ പോയ ഒരു വിമാനമാണ്. ആ വിമാനം തകർന്നു വീണ് ഒരു കെട്ടിടത്തിലേക്ക് വീണ് കെട്ടിടം ആകെ തകർന്നു പോകുന്ന അവസ്ഥ. വിമാനം ഒരു അഗ്നിഗോളമായി മാറുന്നു. പക്ഷേ എമർജൻസി എക്സിറ്റിലൂടെ ഒരു യാത്രക്കാരൻ മാത്രം തെറിച്ചു വീഴുകയാണോ തെറിച്ചു പോവുകയാണോ അതൊന്നും അറിയില്ല നമുക്ക്. എന്തായാലും ഇതിനിടയിൽ ഒരാൾ മാത്രം ഈ അപകടത്തിൽ നിന്ന്, തീയിൽ നിന്നൊക്കെ അകലത്തേക്ക് വീണ് പൊള്ളലും പരിക്കുമൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് ജീവൻ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതം എന്ന് പറയേണ്ടി വരും. ആ അപകടത്തിന്റെ വ്യാപ്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാളുടെ പോലും ഒരു തരത്തിലും ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഒരു അപകടത്തിലാണ് ഒരാൾ അത്യന്തം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. രമേശ് വിശ്വാസ് കുമാർ എന്നാണ് പേര്. ആ മനുഷ്യൻ്റേത് ഈ മരണത്തിൽ നിന്നൊക്കെ മടങ്ങി വരിക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മരണത്തിന്റെ എല്ലാ മുനമ്പുകളും കടന്ന ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു വലിയ അത്ഭുതമാണ് ഉണ്ടായിരിക്കുന്നത്. 11A എന്ന് പറയുന്ന സീറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് 11ാമത്തെ റോയിലായിരിക്കും ഏകദേശം ആ സീറ്റ് വരാൻ സാധ്യതയുള്ളത്. അത് വിമാനത്തിന്റെ ചിറകിനൊക്കെ മുന്നിലായിരിക്കും. ആ ഭാഗത്ത് മുൻവശത്തിന്റെ കുറെ ഭാഗം അടർന്ന് പിറകുവശവുമായി വിമാനം പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഒന്നുകിൽ വിമാനം അടർന്നു പോയപ്പോഴോ അല്ലെങ്കിൽ വിമാനത്തിന്റെ എക്സിറ്റ് ഡോറിൽ നിന്നോ എങ്ങനെയോ തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ എടുത്തു ചാടുകയോ എന്തായാലും അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ശരിയാണ്, ഒരു വലിയ അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ, ഈ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ, ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വിമാനം പതിക്കുന്ന ദൃശ്യങ്ങളും പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്ന ദൃശ്യങ്ങളും കാണുമ്പോൾ ഒരാൾക്ക് പോലും രക്ഷപ്പെടുവാനുള്ള അവസരമുണ്ട് എന്ന് തോന്നുകയില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അഹമ്മദാബാദ് പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. പൊള്ളലേറ്റിട്ടുണ്ട്. ഇക്കാര്യമാണ് അഹമ്മദാബാദ് പോലീസ് പറയുന്നത്. 1 സർവൈവർ റെസ്ക്യൂഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സർവൈവർ വാസ് ഓൺ സീറ്റ് നമ്പർ 11A എന്നും പറയുന്നുണ്ട് അഹമ്മദാബാദ് പോലീസ്. ആദ്യം അഹമ്മദാബാദ് പോലീസാണ് എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോൾ അതേ പോലീസ് തന്നെ ഇതാണ് രക്ഷപ്പെട്ടയാളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുകയാണ്. क्या भैया बता पैसेंजर अंदर से प्लेन
Plane party? രക്ഷപ്പെട്ടയാളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാണ് അഹമ്മദാബാദ് പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണിത്. 38 വയസ്സുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആ ദൃശ്യവും അഹമ്മദാബാദ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ കൂടി എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ കത്തി അമർന്നപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. 11A സീറ്റിൽ ഉണ്ടായിരുന്നയാളാണ് ഇങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. അദ്ദേഹം രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദൃശ്യവും അല്പസമയത്തിനകം ആ ഫോട്ടോസും പുറത്തു വരും. അത് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനകം തന്നെ അഹമ്മദാബാദ് പോലീസ്. ആ ദൃശ്യവുമുണ്ട്. ശ്രീ രഘുനാഥ് നായർ, അങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലും സംഭവിച്ചിട്ടുണ്ട്. വളരെ സന്തോഷകരം എന്ന് പറയാൻ പറ്റില്ല. 241 ജീവൻ പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണെന്ന് വേണം പറയാനായിട്ട്. നമ്മള് പിന്നെ ഇതിന്റെ ക്രാഷിന്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് മഞ്ജുഷ, ഒരു ടേക്ക് ഓഫ് റണ്ണിൽ ഇതിന്റെ മാക്സിമം പവറിലാണ് ഈ സാധനം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പരമാവധി പവർ എന്ന് പറഞ്ഞാൽ 2 എഞ്ചിൻ ഉണ്ടെങ്കിൽ 2 എഞ്ചിന്റെ മാക്സിമം ത്രസ്റ്റിലാണ് ഇതിന്റെ ടേക്ക് ഓഫ്. ആ ക്ലൈംബിന് വേണ്ടിയിട്ടുള്ള പവർ ഇതിന് വേണം. അപ്പൊ 800 അടി ഉയരത്തിൽ പോയെന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് അതിന് ക്ലൈംബ് ചെയ്യാനുണ്ട്. അത് തന്നെയല്ല, സാധാരണ സിവിൽ ഏവിയേഷനിൽ ഇവര് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് പരമാവധി ഉയരത്തിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാനായിട്ടുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും സിവിയർ ആയിട്ടുള്ള ത്രസ്റ്റ് ലോസ് ഉണ്ടാവും. അത് ഒരു കാര്യമാണ്. അപ്പൊ എഞ്ചിൻ ഫെയിലിയർ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത്. കാരണം ഇത്രയും ത്രസ്റ്റ് ലോസ് അവർ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് എഞ്ചിൻ ഫെയിലിയറിന്റെ പുറത്താണ് നമ്മൾ ആദ്യമായിട്ട് വിരൽ ചൂണ്ടുന്നത്. ശരി, ഒരു എഞ്ചിൻ ഫെയിലിയർ താങ്കളും ഇതേ രീതിയിലുള്ള